കൈകേയി ദശരഥന്റെ വാക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. താൻ വിചാരിച്ച കാര്യമൊക്കെ നടക്കും എന്ന് കൈകേയിക്ക് നല്ല ഉറപ്പായി. അപ്പൊ കൈകേയി പറഞ്ഞു, അങ്ങ് സത്യം ചെയ്തുവെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങ് എനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ 2 വരങ്ങൾ ഇപ്പൊ തരണം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ അങ്ങ് എനിക്ക് തരാമെന്ന് പറഞ്ഞ വരങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വരം എന്താ വേണ്ടത്? വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഒന്ന്, ഭരതനെ രാജാവാക്കണം. രണ്ടാമത്തെ, രാമൻ കാട്ടിലേക്ക് പോകണം. ഇന്ന് തന്നെ പോകണം, എത്രയും വേഗം. 14 കൊല്ലം കാട്ടിൽ വസിക്കണം. കാട്ടിൽ വസിക്കുന്നത് വെറുതെ പോയാൽ പോരാ, എല്ലാ സംവിധാനങ്ങളോടും ഇല്ല. കാട്ടിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ മരവുരിയൊക്കെ ധരിച്ച് താപസ വേഷത്തോട് കൂടിയിട്ട് കഴിയണം. ഭരതൻ രാജ്യം ഭരിക്കുകയും വേണം. ഇങ്ങനെ കൈകേയി പറഞ്ഞതും രാജാവ് ബോധം കെട്ട് വീണു. രാജാവിന്, ദശരഥ രാജാവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞ് വിറച്ച് മോഹാത്സ്യപ്പെട്ട് കിടന്നു പറയാം. ഇടയ്ക്ക് ഓർമ്മ വരും. അപ്പോഴേക്കും കൈകേയിയുടെ മുഖം കാണുമ്പോൾ വീണ്ടും ബോധം പോവും. ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം വരുമ്പോൾ നെടുവീർപ്പിടുന്നുണ്ട്. പിന്നെ രാജാവ് കരഞ്ഞു പറയാൻ തുടങ്ങി, നീ എന്താണ് പറയുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമനാണ്, രാമന്റെ ഗുണഗണങ്ങളെ കുറിച്ച് നീയല്ലേ പറഞ്ഞത്. ഇപ്പോഴെന്താണ് നിനക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? രാമനോട് ഇങ്ങനെ ദ്രോഹം ചെയ്യാൻ? നിനക്ക് നിന്റെ മകനെ രാജാവാക്കണം, ഞാൻ സമ്മതിച്ചു, രാജാവാക്കാം. എന്തിനാ എൻ്റെ രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്? രാമൻ ഒരു ദോഷവും നിനക്ക് ചെയ്യില്ല, ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. ഇങ്ങനെ പറഞ്ഞ് രാജാവ് കൈകേയിയുടെ കാല് പിടിച്ചു എന്ന് പറയാം. കൈകേയാണെങ്കിലോ തനിക്ക് താൻ ചോദിച്ചത് കിട്ടാതെ കണ്ട് അവിടുന്ന് അടങ്ങില്ല എന്നുള്ള മട്ടില്. അങ്ങ് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പാലിക്കണം. നീ അങ്ങ് സത്യം പാലിച്ചില്ലെങ്കിലോ ഞാനിപ്പം മരിക്കും. അങ്ങ് വലിയ സത്യസന്ധനായിട്ടുള്ള രാജാവാന്നാ ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ അത് അങ്ങേക്ക് ആ പേര് ചേർന്ന് തോന്നുന്നില്ല. അങ്ങേക്ക് ഈ 2 വരങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മോശമാണ്. അങ്ങ് രാമനെ പിടിച്ച് സത്യം ചെയ്താ ഇനി അത് വെറുതെ ആക്കാൻ പാടില്ല. കൈകേയി ഇങ്ങനെ പറഞ്ഞു കേട്ട് രാജാവിന് വലിയ ദുഃഖം ഇങ്ങനെ കൂടിക്കൂടി വരിക. രാജാവ് ഇടയ്ക്ക് ഉണരും, കിടക്കും, ബോധം കെട്ടുപോകും, കരയും. ഇങ്ങനെ രാമ 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 എന്നിങ്ങനെ പറഞ്ഞ് ആ രാത്രി ഇങ്ങനെ എന്താ പറയാ, എത്രയോ സമയം, യുഗം കഴിയണ പോലെ അങ്ങോട്ട്, ഇവിടെ പറയുന്നത് വത്സര തുല്യമായിട്ടാണ്, ഒരു കൊല്ലം കഴിയുന്ന പോലെയാണ് ഒരു രാത്രി നീങ്ങുന്നത്. അവിടേക്ക് നേരം വെളിച്ചാവാറായി, പുലർക്കാലമായി. അവിടെ രാജാവിനെ ഉണർത്താനായിട്ട് വന്തികള്, ഗായകന്മാര് തുടങ്ങിയ ആളുകള് കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട്, സംഗീതമായിട്ട് എല്ലാവരും രാജാവിനെ ഉണർത്താനായിട്ട് അവിടെ വന്നു. അവരെ വന്നപ്പോ കൈകേയി വളരെ കോപത്തോടു കൂടി അവരെയൊക്കെ ഓടിച്ചു വിട്ടു. അവർക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോഴേക്കും രാമന്റെ അഭിഷേകം ഉണ്ടെന്ന് തലേദിവസം തന്നെ അറിയിച്ചിട്ടുണ്ടല്ലോ. ആ അയോധ്യാപുരിയിൽ മുഴുവൻ ആളുകൾ വരാൻ തുടങ്ങി. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യന്മാരും ശൂദ്രന്മാരും താപസന്മാരും കന്യകളും, പിന്നെ അവര് നിരവധി എന്താ പറയാ, വെൺകൊറ്റക്കുടയും ചാമരവും താലവും ഒക്കെ ആയിട്ട് എല്ലാ വിധത്തിലും എന്തൊക്കെ സംഭരിക്കാൻ, എന്തൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ അവിടെ വരാൻ തുടങ്ങി. എല്ലാം ആയി റെഡിയായി വരുന്ന സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക. അവരതുവരെ വിചാരിക്കുന്നു, ഈ രാത്രി പോകുന്നില്ലല്ലോ, നേരം വിളിച്ചാവുന്നല്ലോ, നമുക്ക് നമ്മുടെ രാജകുമാരനായിട്ടുള്ള രാമനെ ആ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ അവരിയ്ക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപമൊക്കെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. പുരവാസികള് എങ്ങനെയായിരിക്കണം ആ ഭഗവാനെ നമുക്ക് കാണേണ്ടത് എന്നുള്ള ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞ് അതിരമ്യ മകരായുധ മണികുണ്ടല സമുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകച്ചതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയും കുന്തമുകുള സമാനദന്തങ്ങളും, ഇങ്ങനെ കുറെ വരികളിലായിട്ട് ആ രാമന്റെ ആ മഹത്തമായ രൂപത്തെ വർണ്ണിച്ചു. ആ ലക്ഷ്മണനോട് കൂടിയിട്ട് ആ രാമൻ ഇപ്പൊ വരും, നേരം വെളിച്ചായാൽ രാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ട് വരും. അവരിങ്ങനെ കാത്തിരുന്നു. നേരം വെളിച്ചാവാൻ പോകുന്നു.
ഈ സൂര്യൻ എപ്പോഴാ ഉദിക്കുന്നത് നോക്കിയിട്ട് അവരിങ്ങനെ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി. വീണ്ടും വീണ്ടും ആനന്ദത്തില് ഭഗവാൻ. അപ്പൊ അവരിതൊന്നും അറിയുന്നില്ല, കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങളൊന്നും പുരവാസികൾക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചു. രാജാവ് എഴുന്നേറ്റില്ലല്ലോ, എന്താ കാരണം എന്ന് കരുതിയിട്ട് മന്ത്രിയായിട്ടുള്ള സുമന്ത്രര് രാജാവിനെ കാണാനായിട്ട് വന്നു. രാജാവിനെ പുറത്തു നിന്ന് സ്തുതിച്ചു. രാജാവ് വരുന്നില്ല. ചെന്ന് അടുത്തേന്ന് നോക്കിയപ്പോഴാ കരഞ്ഞു കിടക്കുകയാണ്. ആകെ വിഷമിച്ച് കിടക്കുന്ന ആ രാജാവിനെ കണ്ടിട്ട് അടുത്ത് നിന്നായിരുന്ന കൈകേയിയോട് സുമന്ത്രർ ചോദിച്ചു, എന്താണ് രാജാവ് ഇങ്ങനെ വരാൻ കാരണം, സങ്കടപ്പെട്ടിരിക്കാൻ കാരണം? ദേവിക്കറിയില്ലോ, ദേവി പറയൂ, എന്താണ് കാരണം? അപ്പോ ഈ കൈകേയി ഒരു കൂസലും ഇല്ലാതെ, ഒന്നും സംഭവിച്ചില്ലാതെ മറ്റിൽ പറഞ്ഞു, രാജാവ് ഇന്നലെ രാത്രി രാജാവ് നല്ല സുഖം ഉണ്ടായില്ല, എപ്പോഴും രാമ രാമ എന്ന് വിളിക്കുകയായിരുന്നു. രാജാവ് ഇങ്ങനെ ഉണർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഈ വലിയ വിഷമം. രാമനെ കാണാണ്ട് വലിയ ദുഃഖമുണ്ട്, പോയി രാമനെ പോയി വിളിക്കൂ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു, രാമനെ ചെന്നു വരുത്തുക വൈകാതെ. അപ്പോ സുമന്ത്രര് പറഞ്ഞു, രാജാവ് പറയാതെ കൊണ്ട് എങ്ങനെയാ ഞാൻ പോയി വിളിക്കുക രാമനെ? നിങ്ങൾ പറയുന്നത് നടപ്പാക്കാനല്ലോ ഞാൻ മന്ത്രിയായിട്ടിരിക്കുന്നത്, രാജാവ് പറയട്ടെ. അപ്പൊ ദശരഥൻ ആകെ വിഷമിച്ചിട്ടാണെങ്കിലും പറഞ്ഞു, പോയിട്ട് രാമനെ വിളിച്ചു കൊണ്ടുവരൂ, എനിക്ക് രാമനെ ഇപ്പൊ കാണണം. വേഗം രാജാവിന്റെ ഉത്തരവ് കിട്ടിയപ്പോ സുമന്ത്രര് പോയി രാമന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛൻ വിളിക്കുന്നുണ്ട്, വേഗം വരണം. വേഗം സുമന്ത്രരോട് കൂടിയിട്ട് രാമൻ അച്ഛന്റെ ആ കൊട്ടാരത്തില്, അതായത് കൈകേയിയുടെ കൊട്ടാരത്തില് ചെന്നു. അവിടെ ചെന്ന് വീണു, നമസ്കരിച്ചു. രാമനെ എടുത്ത് ആലിംഗനം ചെയ്യാനായിട്ട് രാജാവ് എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴേക്കും നിലത്ത് വീണു. രാമൻ വേഗം ഓടിച്ചെന്ന് അച്ഛനെ എടുത്തു, തൻ്റെ മടിയിൽ കിടത്തി. രാമന് മനസ്സിലായില്ല എന്താ സംഭവിക്കണമെന്ന്. എല്ലാവരും അവിടെ കരയാൻ തുടങ്ങി. ഈ സമയത്ത് വസിഷ്ഠ മഹർഷി അവിടെ വന്നു. അപ്പൊ ശ്രീരാമൻ ചോദിച്ചു, എന്താണ് അച്ഛൻ ഇങ്ങനെ കരയാൻ കാരണം? ആർക്കാ ഇതിനെക്കുറിച്ച് അറിയാം? ഇത് പറഞ്ഞപ്പോ കൈകേയി പറഞ്ഞു, കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാതിൽ സുഖം ദുഃഖമൂലമല്ലോ എന്നാം. നിന്റെ അച്ഛന്റെ ദുഃഖത്തിന് കാരണം എന്താണെന്നറിയോ? നീ തന്നെയാണ്. സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും. എവിടെ ഇത്ര നേരം നീ രാജാവാന്ന് പറഞ്ഞ അഭിഷേകത്തിന് ഉള്ള സുഖമല്ലേ, ഇനി ദുഃഖമാണ് വരാൻ പോകുന്നത്. ദുഃഖമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം കേട്ടോ, നീ വിചാരിച്ചാൽ അച്ഛന് ദുഃഖം ഇല്ലാതെ കണ്ടാക്കാം. ചേതസി നീ നിരൂപിക്കിൽ എളുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. നീ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ അച്ഛനെ ദുഃഖം തീർക്കാൻ പറ്റും. എന്നിങ്ങനെ രാമന് മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൈകേയി അതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. തനിക്ക് 2 വരം തരാമെന്ന് പറഞ്ഞും താൻ ആ വരം ചോദിച്ചു. ആ വരം തരാൻ പറ്റാതെ കൊണ്ട് രാജാവ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ ത്രാണനെ താതനെ ത്രാണനം ചെയ്യുകയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. ഈ രാമനെ കൊണ്ട് ആ പ്രതിജ്ഞ നിറവേറ്റാൻ വേണ്ടിയിട്ട് കൈകേയി കിളഞ്ഞു പരിശ്രമിക്കുക. പറഞ്ഞു, അച്ഛൻ നിന്നോട് പറയാനായിട്ട് വിഷമിച്ചിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ സത്യപാശം കൊണ്ട് കെട്ടിയിട്ടപ്പെട്ട ആളാണ് നിന്റെ അച്ഛൻ. അതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. പുത്ത് എന്ന് പറഞ്ഞ പേരായ നരകമുണ്ട്. പുത്ത് അല്ലെങ്കിൽ പും എന്ന് പറയും. ഈ പേരോട് കൂടിയ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ, ആ നരകത്തിൽ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ. ആരാണോ പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് തൻ്റെ അച്ഛനെ രക്ഷിക്കുന്നത്, ത്രാണം ചെയ്യുന്നത്, അതുകൊണ്ടാണ് മക്കൾക്ക് പുത്രൻ എന്നുള്ള പേരുണ്ടായത്. ഇത് ശതപത്ര സമുദ്ഭവൻ, ബ്രഹ്മാവ് നൽകിയ പേരാണ് എന്ന് പറഞ്ഞ് എന്താണ് ഒരു മകന്റെ ഉത്തരവാദിത്വം എന്ന് ഈ കൈകേയി രാമനെ ഓർമ്മിപ്പിക്കുക. ഓരോ മക്കളും അവരുടെ അച്ഛനെ അമ്മയെ ഒക്കെ ഈ നരകത്തിൽ നിന്ന് കരകയറ്റുന്നത് കൊണ്ടാണ് അവർക്ക് പുത്രൻ എന്നുള്ള പേര് എന്ന് പറയാം. ഇതും കൂടി കൈകേയി ഓർമ്മിപ്പിച്ചു. അപ്പൊ നിന്റെ അച്ഛൻ സത്യം പാലിച്ചില്ലെങ്കിൽ, അസത്യം ചെയ്താൽ നരകത്തിലേക്ക് പോകും. പുത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകും. നീ വേണം രക്ഷിക്കാനായിട്ട്.
ഇത്രയൊക്കെ കേട്ടപ്പോ വളരെയധികം സങ്കടമായി രാമന്. രാമൻ പറഞ്ഞു, ഇത്രയെല്ലാം പറയണമോ മാതാവേ, താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജ്യമെന്നാലെന്നറിക നീര മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കെന്ന് ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക നീ. അച്ഛൻ പറഞ്ഞാൽ എന്ത് വേണമെങ്കിൽ ഞാൻ സ്വീകരിക്കാം. അമ്മ എത്രയൊന്നും പറയേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞാൽ എൻ്റെ ജീവൻ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അമ്മയെ വെടിയാൻ തയ്യാറാണ്. സീതയെ വെടിയാൻ തയ്യാറാണ്. എനിക്കൊരു വിഷമവുമില്ല. ഇനി രാജ്യം വെടിയണോ, അച്ഛൻ പറഞ്ഞാൽ ഞാൻ വെടിയും. ലക്ഷ്മണനെ, എനിക്ക് എല്ലാവരേക്കാളും ഏറ്റവും പ്രിയപ്പെടാൻ ലക്ഷ്മണനെ വെടിയെന്ന് പറഞ്ഞാലോ ഞാൻ അതും വെടി. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. നീ അഗ്നിയിൽ ചാടണം എന്ന് പറഞ്ഞാലോ ഞാൻ ചാടും. വിഷം കുടിക്കണം എന്ന് പറഞ്ഞാലോ ഞാൻ കുടിക്കും. താതൻ നിയോഗിക്കലേതുമേ സംശയം ചേതസ്സി ചെറ്റിൽ എനിക്കെന്നറിയ. അച്ഛൻ നിയോഗിച്ചാല് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ രാമൻ പ്രതിജ്ഞ ചെയ്തിട്ട് പറഞ്ഞു, താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. ഉത്തമനായ മകൻ ആരാണ്? അച്ഛൻ പറഞ്ഞില്ലെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ് ഉത്തമനായ മകൻ. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇനിയോ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളാണ് മധ്യമനായ ആളാണ്. അയാള് ഇടത്തരക്കാരനാ, ഉത്തമനല്ല. ഇനിയോ ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം. അച്ഛൻ പറഞ്ഞിട്ടും കേൾക്കാതെ കണ്ട് ഇത് എൻ്റെ കർത്തവ്യമല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആള്, അയാൾ പിത്രോർമലമാണ്, അച്ഛൻ്റെ വിസർജ്യത്തിന് തുല്യമാണ്. ഇങ്ങനെ സജ്ജനങ്ങൾ പറയും. അപ്പൊ ഇതിൽ ഏത് മകനാവണം എന്നുള്ള ചോദ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ. മകനോ മകളോ അച്ഛൻ പറയാതെ കണ്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാവണോ, അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളാവണോ, അതോ അച്ഛൻ പറഞ്ഞാലും കേൾക്കാതെ കണ്ടിരിക്കുന്ന ആളാവണോ? അച്ഛൻ പറയാതെ കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ആൾ ഉത്തമനായ ആളാണ്. പറഞ്ഞു ചെയ്യുന്ന ആൾ മധ്യമനായ ആളാണ്. പറഞ്ഞിട്ടും ചെയ്യാത്ത ആൾ ഒന്നിനും കൊള്ളാത്തവനാണ്. അച്ഛൻ്റെ മലമാണ്, അഴുക്കാണ്. അതുകൊണ്ട് ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിനെ അനുഷ്ഠിക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാ. ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ സത്യം വേറൊന്നായിട്ട് വരില്ല എന്ന് പറഞ്ഞ് രാമൻ പ്രതിജ്ഞ ചെയ്തു. കൈകേയിക്ക് വലിയ സന്തോഷമായി. കൈകേയി തൻ്റെ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു എന്നുള്ള മട്ടില് സന്തോഷിക്കുകയും ചെയ്തു.